തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് ശേഷം ബി.ജെ.പിക്ക് ഒന്നിനു പിറകെ ഒന്നായി തിരിച്ചടികൾ നേരിടുകയാണ്. ഒറ്റയ്ക്ക് ഭരിക്കാമെന്ന ബി.ജെ.പിയുടെ ആത്മവിശ്വാസത്തിന് മേൽ കോൺഗ്രസ് ഏൽപ്പിച്ച ക്ഷതം അത്രത്തോളം വലുതായിരുന്നു. ഇപ്പോഴിതാ ബി.ജെ.പിക്ക് ഹരിയാനയിൽ മുട്ടൻ പണി കൊടുത്തിരിക്കുകയാണ് ജെ.ജെ.പി. ഹരിയാനയിൽ കോൺഗ്രസിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജെ.ജെ.പി. പരിശോധിക്കാം വിശദവിവരങ്ങൾ. നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. ഹരിയാനയിൽ വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ തയ്യാറെന്ന് ജനനായക് ജനതാ പാർട്ടി അതായത് ജെ.ജെ.പി. അറിയിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ മുൻ സഖ്യകക്ഷിയായിരുന്നു ജെ.ജെ.പി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പോ ശേഷമോ ഭരണകക്ഷിയായ ബി.ജെ.പിയുമായി യാതൊരു സഖ്യത്തിനും ഇനിയില്ലെന്നും ജെ.ജെ.പി. നേതാവ് ദുഷ്യന്ത് ചൗട്ടാല വ്യക്തമാക്കിയിരുന്നു. ഹരിയാനയിൽ 4.5 വർഷം ബി.ജെ.പിയും ജെ.ജെ.പിയും സഖ്യത്തിലായിരുന്നു. മനോഹർലാൽ ഖട്ടർ സർക്കാരിൽ ദുഷ്യന്ത് ഉപമുഖ്യമന്ത്രിയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ബി.ജെ.പിയുമായുള്ള ബന്ധം ജെ.ജെ.പി. അവസാനിപ്പിക്കുന്നത്. രാജ്യസഭാംഗമായിരുന്ന ദീപേന്ദർ ഹൂഡ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ഹരിയാനയിൽ രാജ്യസഭയിലേക്ക് ഒഴിവുണ്ടാകുന്നു. 90 അംഗ ഹരിയാന നിയമസഭയിൽ നിലവിൽ 87 പേരാണുള്ളത്. ബി.ജെ.പിക്ക് 43 പേരുടെ പിന്തുണ മാത്രമാണുള്ളത്. എതിർപക്ഷത്ത് 44 പേരുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് ശേഷം ആദ്യമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഹരിയാന മുൻ ഉപമുഖ്യമന്ത്രി കൂടിയായ അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഈ വർഷം മാർച്ചിൽ ഹരിയാന മുഖ്യമന്ത്രിയായിരുന്ന മനോഹർലാൽ ഖട്ടാറിനെ മാറ്റി പകരം നയബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കിയതോടെയാണ് സഖ്യത്തിൽ വിള്ളൽ വീഴുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 10 മണ്ഡലങ്ങളിലും ജെ.ജെ.പി. സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. എന്നാൽ ഒരിടത്തും ജെ.ജെ.പിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ രാജ്യസഭാ എം.പിയായ ദീപേന്ദർ സിംഗ് ഹൂഡ റോഹ്തക് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിരുന്നു. ഈ ഒഴിവിലേക്കാണ് ഹരിയാനയിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രമുഖനായ വ്യക്തിയെയോ ഏതെങ്കിലും കായിക താരത്തെയോ മത്സരിപ്പിക്കണമെന്ന നിബന്ധനയോടെയാണ് ജെ.ജെ.പി. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം മോദിക്കെതിരെ വീണ്ടും രംഗത്തെത്തുകയാണ് സമാജ്വാദി പാർട്ടിയും. കഴിഞ്ഞ തവണ അധികാരത്തിലേറിയപ്പോൾ ചെങ്കോലിനെ വണങ്ങുന്ന ദൃശ്യങ്ങൾ വൈറലായി മാറിയിരുന്നു. ചെങ്കോലിനെ പാർലമെന്റിനുള്ളിൽ കൊണ്ടുവന്നത് എന്തിനാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ലോക്സഭയിൽ സ്പീക്കറുടെ ചെയറിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള ചെങ്കോൽ മാറ്റണമെന്നും പകരം ഭരണഘടനയുടെ പകർപ്പ് സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് സമാജ്വാദി പാർട്ടി എം.പി. ആർ.കെ. ചൗധരി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകിയിട്ടുമുണ്ട്. ജനാധിപത്യത്തിൽ ചെങ്കോലിന് എന്താണ് പ്രസക്തി എന്ന് ആരാഞ്ഞുകൊണ്ടുള്ള നീക്കം ബി.ജെ.പി. പ്രതിപക്ഷ പോരിന് വഴിവെക്കുകയും ചെയ്തു. പ്രതിപക്ഷം ഇന്ത്യൻ സംസ്കാരത്തോട് അനാദരവ് കാണിക്കുകയാണെന്നാണ് ബി.ജെ.പി. തിരിച്ചടിച്ചത്. കഴിഞ്ഞ വർഷം പുതിയ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത അവസരത്തിലാണ് ചെങ്കോൽ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് സമീപമായി സ്ഥാപിച്ചത്. ഏതായാലും ചെങ്കോലും ജെ.ജെ.പിയുടെ പിന്മാറ്റവുമെല്ലാം ബി.ജെ.പിക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിപക്ഷം കേന്ദ്ര ഗവൺമെന്റിനെ വെള്ളം കുടിപ്പിക്കുമെന്നതും തീർച്ചയാണ്.